മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും അഷ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുകയും ചെയ്ത അതീവ ഗുരുതരമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അത്താനി ഫഖാല മൻ അദ്റക ഷഹ്റ റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫദഖലൻ നാറ വഅബഅദഹുല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റസൂല് പറയാണ്, റമദാൻ വന്നെത്തിയിട്ടും പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാത്തവൻ, അങ്ങനെ അവസാനം നരകത്തിൽ ചെന്ന് പതിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യം അവനിൽ നിന്ന് അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയും എന്നോട് ആമീൻ പറയാൻ പറയുകയും ചെയ്തു എന്ന് റസൂല് പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരികളെ, അങ്ങേ അറ്റം വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ റമളാനിൽ ഒട്ടനവധി അവസരങ്ങളിലൂടെ തീർച്ചയായിട്ടും സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തോടുകൂടി അവൻ്റെ അടിയാറുകൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് സാധ്യമാണ്. എന്നാൽ അതിനോടുള്ള തികഞ്ഞ അവഗണന കാരണം അതിനെ തട്ടിമാറ്റി മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരംശം പോലും അവൻക്ക് കിട്ടാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയും ആ പ്രാർത്ഥനയ്ക്കുള്ള ആമീൻ പറച്ചലും. ഇവിടെ പ്രാർത്ഥിച്ചത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന തടയപ്പെടുകയില്ല. അതീവ ഗുരുതര സ്വഭാവമുള്ള ഈ വിഷയത്തിൽ വീഴ്ചകൾ വരാതെ റമളാനിനെ എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്താനുള്ള നിരന്തരമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.